നമ്മുടെ കേരളത്തിൽ ജനങ്ങൾ പട്ടിണി കിടന്ന് മരിക്കാത്തതിന് കാരണം കേന്ദ്ര സർക്കാർ നൽകുന്ന ആനുകൂല്യങ്ങളാണ്. ഏത് പാവപ്പെട്ടവനും കുടുംബത്തിന് 35 കിലോ അരി സൗജന്യമായിട്ട് നരേന്ദ്രമോദി സർക്കാർ കൊടുക്കുകയാണ്. 1 രൂപയുടെ ചെലവ് സംസ്ഥാന ഗവൺമെൻറ്റിനില്ല. അതിദാരിദ്ര്യമുക്ത പ്രഖ്യാപനം ഒരു ഭൂലോക തട്ടിപ്പാണ്. വെറും ഒരു PR പ്രചാരണം മാത്രമാണിത്. യാതൊരു അടിസ്ഥാനവുമില്ലാത്ത ഒരു പൊങ്ങച്ചമാണ് ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനും സർക്കാരും ഇപ്പോൾ നടത്തുന്നത്. ഒന്നാമത് ഈ 60,000 എന്ന് പറയുന്ന സംഖ്യ തന്നെ ഒരടിസ്ഥാനവുമില്ലാത്ത സംഖ്യയാണ്. നമ്മുടെ കേരളത്തിൽ ജനങ്ങൾ പട്ടിണി കിടന്ന് മരിക്കാത്തതിന് കാരണം കേന്ദ്ര സർക്കാർ നൽകുന്ന ആനുകൂല്യങ്ങളാണ്. ഏത് പാവപ്പെട്ടവനും കുടുംബത്തിന് 35 കിലോ അരി സൗജന്യമായിട്ട് നരേന്ദ്രമോദി സർക്കാർ കൊടുക്കുകയാണ്. 1 രൂപയുടെ ചെലവ് സംസ്ഥാന ഗവൺമെൻറ്റിനില്ല. മറ്റുള്ള എല്ലാ പാവപ്പെട്ടവർക്ക് വേണ്ടിയുള്ള എല്ലാ പദ്ധതികളും മോദി സർക്കാരാണ് കൊടുക്കുന്നത്. ശൗചാലയങ്ങൾ പണിയുന്നത് കേന്ദ്ര സർക്കാരാണ്. വീട് വയ്ക്കാനുള്ള സഹായം കേന്ദ്ര സർക്കാരാണ് നൽകുന്നത്. ജൽജീവൻ മിഷൻ കുടിവെള്ളത്തിനുള്ള പദ്ധതി കേന്ദ്ര സർക്കാരാണ്. പക്ഷേ ഇവിടെ സംസ്ഥാനം പണം നീക്കി വയ്ക്കാത്തത് കൊണ്ട് പല പ്രധാനപ്പെട്ട നടപടികളും മുടങ്ങിക്കിടക്കുകയാണ്. 7 ലക്ഷം വീടുകളാണ് ലൈഫ് മിഷൻ പദ്ധതിയിൽ ഇനി കൊടുക്കാൻ ബാക്കിയായിട്ട് അപേക്ഷ പാസ്സായിട്ടുള്ളത്. കേരളത്തിലെ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും കൃത്യമായ കണക്ക് പരിശോധിച്ചാൽ 7 ലക്ഷത്തോളം വീടുകൾക്കുള്ള അപേക്ഷ കെട്ടിക്കിടക്കുകയാണ്. പല വീടുകളും തുടങ്ങിയിടത്ത് പൂർത്തീകരിക്കാൻ കഴിയാതെ ആളുകൾ നടുറോട്ടിൽ കിടക്കുകയാണ്. അർബൻ PMAYയിൽ ഇത്തവണ സർക്കാർ ഒപ്പുവെച്ചിട്ടില്ല. നഗരപ്രദേശങ്ങളിൽ മോദി സർക്കാർ നടപ്പാക്കുന്ന ഭവന നിർമ്മാണ പദ്ധതിയായിട്ടുള്ള അർബൻ PMAY നഗരത്തിലെ പ്രധാനമന്ത്രി ആവാസ് യോജന ഈ വർഷം കേരള സർക്കാർ അവരുടെ നീക്കിയിരിപ്പ് ഇല്ലാത്തതുകൊണ്ട് കരാറിൽ ഒപ്പിട്ടിട്ടില്ല. നഗരപ്രദേശങ്ങൾ പൂർണ്ണമായിട്ടും വീടിൻ്റെ കാര്യത്തിൽ സ്തംഭിച്ചിരിക്കുകയാണ്. ജൽജീവൻ മിഷൻ സ്റ്റേറ്റിൻ്റെ വിഹിതം വയ്ക്കാനില്ലാത്തതുകൊണ്ട് കരാറുകാർക്ക് 6 ലക്ഷത്തിലധികം കോടി രൂപയുടെ ബാധ്യത സംസ്ഥാന ഗവൺമെൻറ്റിനുണ്ട്. 6 ലക്ഷമല്ല, 100 കണക്കിന് കോടി രൂപയുടെ ബാധ്യത സംസ്ഥാന ഗവൺമെൻറ്. ഇപ്പോൾ കരാറുകാർ അനിശ്ചിതകാല സത്യാഗ്രഹത്തിലാണ്. ജൽജീവൻ മിഷൻ പദ്ധതിയിലെ കരാറുകാർ പൈസ കിട്ടാത്തത് കൊണ്ട് അവർ അനിശ്ചിതകാല സത്യാഗ്രഹത്തിലാണ്. ഇതാണ് കേരളത്തിലെ സ്ഥിതി. കേരളത്തിൽ ഗവൺമെൻറ്റിന് കേന്ദ്രം നടത്തുന്ന പദ്ധതികൾ പൂർണ്ണമായിട്ടും നടപ്പാക്കാൻ സാധിക്കാത്തത് ഇവരുടെ ഖജനാവിൽ കാശില്ലാത്തതുകൊണ്ടാണ്. ഇവർ പണം നീക്കി വയ്ക്കാനില്ലാത്തത് കൊണ്ട് പല കേന്ദ്ര പദ്ധതികളും ഇവിടെ അട്ടിമറിച്ചിരിക്കുകയാണ്. ഭാഗ്യവശാൽ സൗജന്യ അരി, അന്ത്യോദയ അന്നയോജന, നരേന്ദ്രമോദി സർക്കാർ നടപ്പാക്കുന്ന സൗജന്യ അരി, ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യത്തിൽ ഇവിടെ മുടക്കില്ല. ഇവിടെ ഗ്യാസ് സിലിണ്ടർ പാവപ്പെട്ടവർക്ക് സൗജന്യമായി കൊടുക്കുന്നത് നരേന്ദ്രമോദി സർക്കാരാണ്. എല്ലാ പദ്ധതിയും ഈ അതിദാരിദ്ര്യമുക്തം എന്ന് സംസ്ഥാന ഗവൺമെൻറ് അവകാശപ്പെടുത്തുന്ന ഈ 60,000 ആൾക്കാരുടെ പേരുവരുകൾ പരിശോധിച്ചാൽ ഇതിവർക്ക് വേണ്ടി സംസ്ഥാന ഗവൺമെൻറ് എന്താണ് ചെയ്തത് എന്നും കൂടി അവർ വ്യക്തമാക്കണം.